Good morning, dear students. ഇന്ന് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട്സിൽ ഡെറ്റർ സിസ്റ്റത്തിൽ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തഡാണ് ഡെറ്റർ സിസ്റ്റം. അതിൽ 3 കേസസ് ഉണ്ട്. ആദ്യത്തെ 2 കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് മൂന്നാമത്തെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന മെത്തഡ് എന്ന് പറയുന്നത് ഇൻവോയ്സ് പ്രൈസ് ആണ്. ആദ്യത്തെ 2 കേസിലും വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് കോസ്റ്റ് പ്രൈസ് മെത്തഡ്. ഇത് ഇൻവോയ്സ് പ്രൈസ് മെത്തഡാണ്. കേസ് 3, branches receives goods at invoice price and sells for cash as well as on credit. ഓക്കെ, അപ്പം ഇതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത 2 പ്രോബ്ലത്തിലും ഗുഡ്സ് എങ്ങനെയായിരുന്നു? നമുക്ക് കോസ്റ്റ് പ്രൈസിലായിരുന്നു റിസീവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടാണ് പഠിക്കുന്നത്. ബ്രാഞ്ച് അക്കൗണ്ടിൽ ഹെഡ് ഓഫീസ് കാണും. ആ ഹെഡ് ഓഫീസ് ബ്രാഞ്ചസ്, ഒരു ബ്രാഞ്ച് ആയിരിക്കില്ല, ഒന്നിലധികം ബ്രാഞ്ചസ് കാണും. ആ ബ്രാഞ്ചസിലോട്ട് ഗുഡ്സ് സെൻഡ് ചെയ്യും, വിൽക്കാനുള്ള ഗുഡ്സ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചാണ്. അപ്പം ഇവർ കൊടുക്കുന്ന ഗുഡ്സ് മാത്രമാണ് ഈ ബ്രാഞ്ചിൽ സെയിൽ നടക്കുന്നത്. അപ്പോൾ ആ ഗുഡ്സ് ഒന്നെങ്കിൽ കോസ്റ്റ് പ്രൈസിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് ഇൻവോയ്സ് പ്രൈസ്, ദാറ്റ് ഈസ് സെല്ലിംഗ് പ്രൈസിൽ കൊടുക്കാം. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ എത്രയാണോ വില, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് വേറൊരു സ്ഥലത്ത് നിന്ന് മേടിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്ന ആക്ച്വലായിട്ട് വന്നിരിക്കുന്ന കോസ്റ്റ് എത്രയാണോ ആ പ്രൈസിനെയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. മറ്റേത് ഇൻവോയ്സ് പ്രൈസ്. ഈ കോസ്റ്റിൻ്റെ കൂടെ ഒരു പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പം ഇറ്റ് ബിക്കംസ് ഇൻവോയ്സ് പ്രൈസ് ഓർ സെല്ലിംഗ് പ്രൈസ്. അപ്പം ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലോട്ട് ഒന്നെങ്കിൽ കോസ്റ്റ് പ്രൈസിലായിരിക്കും ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിലായിരിക്കും സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത 2 കേസസിലും അല്ലെങ്കിൽ 2 മെത്തേഡ്സിലും കോസ്റ്റ് പ്രൈസിലായിരുന്നു ഗുഡ്സ് ബ്രാഞ്ചിലോട്ട് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ വേറെ ഒന്നും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. കോസ്റ്റ് പ്രൈസിലാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഹെഡ് ഓഫീസിൻ്റെ പ്രോഫിറ്റ് അഥവാ ലോസ് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇൻവോയ്സ് പ്രൈസിൽ സെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും. ഈ ഇൻവോയ്സ് പ്രൈസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇൻവോയ്സ് പ്രൈസ് എന്ന് വെച്ചാൽ ഇൻവോയ്സ് പ്രൈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്. കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്, അതിനെയാണ് നമ്മൾ ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്നൊക്കെ വിളിക്കാം. കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റിനെ നമ്മൾ ലോഡ് എന്നും വിളിക്കും. കാണുന്നില്ലായിരിക്കും അല്ലേ? ഓക്കെ, ഈ ഒരു ഇൻവോയ്സ് പ്രൈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്. പ്രോഫിറ്റിന് നമ്മൾ എന്ത് വിളിക്കും? ലോഡ് എന്നും പറയും. ഓക്കെ, അപ്പം ചിലപ്പോൾ ഹെഡ് ഓഫീസ് വിൽക്കാനുള്ള ബ്രാഞ്ചിന് സെയിൽ ചെയ്യാനുള്ള ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത് ഈ സെല്ലിംഗ് പ്രൈസിലായിരിക്കും. അവർക്ക് കോസ്റ്റ് പ്രൈസിലല്ല, സെല്ലിംഗ് പ്രൈസിലായിരിക്കും. കോസ്റ്റ് പ്രൈസിൽ അയച്ചു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ബ്രാഞ്ചാണ് അതിൻ്റെ കൂടെ മാർജിനും കൂടെ, പ്രോഫിറ്റ് മാർജിനും കൂടെ ആഡ് ചെയ്തിട്ട് സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ ബ്രാഞ്ചിൻ്റെ മാനേജർക്ക് അറിയാൻ പറ്റും ആക്ച്വൽ പ്രോഫിറ്റ് എത്രയാണെന്നൊക്കെ. ചില സമയത്ത് ഹെഡ് ഓഫീസിന് ആക്ച്വൽ പ്രോഫിറ്റ് ബ്രാഞ്ചുകളെ അറിയിക്കണമെന്ന് താല്പര്യം കാണില്ല. അവർ പ്രോഫിറ്റ് ഒളിപ്പിച്ച് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. മാനേജറിനൊക്കെ കമ്മീഷൻ കൊടുക്കുന്നത് ബേസ്ഡ് ഓൺ ദിസ് പ്രോഫിറ്റാണ്. അപ്പോൾ അത് ആക്ച്വൽ പ്രോഫിറ്റ് ചിലപ്പോൾ പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം അവരെന്ത് ചെയ്യും? ഗുഡ്സ് ഇൻവോയ്സ് പ്രൈസിൽ, അതിൻ്റെ സെല്ലിംഗ് പ്രൈസിലായിരിക്കും അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ബ്രാഞ്ചുകൾക്ക് അറിയില്ല, അവർക്ക് ഇൻവോയ്സ് പ്രൈസ് മാത്രമേ അറിയുള്ളൂ. അവർക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത് ഇൻവോയ്സ് പ്രൈസിലാണ്. ആ ഗുഡ്സിൻ്റെ വാല്യൂ ഇതാണെന്ന് പറഞ്ഞാണ് അവർക്ക് കൊടുത്തുവിടുന്നത്. അപ്പം അതുപോലെ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ, സ്റ്റോക്കിൻ്റെ ഇൻവെൻറ്ററിയുടെ വാല്യൂ കൺട്രോൾ ചെയ്യാനൊക്കെ ഈ ഒരു മെത്തേഡ് സഹായിക്കും. പക്ഷേ ഇതിൽ വരുന്ന ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എല്ലാ പ്രൈസും എന്തായിരിക്കും? ഇൻഫ്ലേറ്റഡ് ആയിരിക്കും. ഈ പ്രോഫിറ്റ്, ഇവിടെ ഇൻവോയ്സ് പ്രൈസിൽ പ്രോഫിറ്റ് ഉണ്ട്. അപ്പം ഈ ഇൻവോയ്സ് പ്രൈസിൽ ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന ബ്രാഞ്ചുകളുടെ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക്, പിന്നെ അതുപോലെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഇതിലൊക്കെ എന്താണ് ഈ പറയുന്ന പ്രോഫിറ്റിൻ്റെ അംശം കൂടി ഉണ്ട്. അപ്പോൾ ഈ പ്രോഫിറ്റ് ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ശരിക്കുമുള്ള ഹെഡ് ഓഫീസിന് ആക്ച്വൽ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല.
ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലാണല്ലോ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഹെഡ് ഓഫീസിൽ അവരുടെ ആക്ച്വൽ പ്രോഫിറ്റ് അറിയാൻ സാധിക്കത്തില്ല. എപ്പോഴും അവർക്ക് എന്താ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള കൂടിയിരിക്കുന്ന പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം ആക്ച്വൽ പ്രോഫിറ്റ് അറിയണമെങ്കിൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഈ പ്രോഫിറ്റിന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് അത് അവോയ്ഡ് ചെയ്യണം. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുമ്പം അത് ഈ പ്രോഫിറ്റും കൂടെ കൂടിയുള്ള എമൗണ്ടാണ് എഴുതുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ജേർണൽ എൻട്രി പാസ് ചെയ്ത് നമ്മൾ ആ പ്രോഫിറ്റിൻ്റെ ഇമ്പാക്റ്റ് എടുത്ത് കളയണം. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിലും ഇൻഫ്ലേറ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്, കൂടിയ പ്രൈസാണ് കാണിക്കുന്നത്. അപ്പോൾ അതും കുറച്ച് കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഓപ്പോസിറ്റ് എൻട്രി കാണിക്കണം. ഓക്കെ, അപ്പം അതെങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ക്ലിയർ? സോ ഇൻവോയ്സ് പ്രൈസ് ഓർ ലോഡഡ് പ്രൈസ്, head office sends goods to branches either at cost or at higher price, which includes profit and cost price. The higher or inflated price or loaded price is known as invoice price. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ കോസ്റ്റ് പ്രൈസിലായിരിക്കും സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇൻവോയ്സ് പ്രൈസിലായിരിക്കും. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ അതിലെന്താണ് കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ പ്രോഫിറ്റിനെ വിളിക്കുന്ന ഒരു പേരാണ് ലോഡ്. ഇവിടെ പല സ്ഥലത്തും നമ്മൾ ലോഡ് എന്നുള്ള വാക്കായിരിക്കും യൂസ് ചെയ്യുന്നത്. ലോഡ് മീൻസ് പ്രോഫിറ്റ്. അതുകൊണ്ടാണ് ഇതിനെ ലോഡഡ് പ്രൈസ് എന്നും വിളിക്കുന്നത്. ബിക്കോസ് ലോഡ് ഈസ് ആഡഡ് ടു കോസ്റ്റ് പ്രൈസ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ ലോഡ് പ്രൈസ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മിക്കവാറും ഹെഡ് ഓഫീസിന് അവരുടെ പ്രോഫിറ്റ് കൺസീൽ ചെയ്ത് വെക്കാൻ, ഒളിപ്പിച്ച് വെക്കാൻ താല്പര്യമുണ്ട്. അവർക്ക് ആഗ്രഹമില്ല ബ്രാഞ്ചിലുള്ള മാനേജർ അവരുടെ ഒറിജിനൽ പ്രോഫിറ്റ് അറിയണമെന്ന് ഹെഡ് ഓഫീസ് ആഗ്രഹിക്കുന്നില്ലായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ അവരെന്ത് ചെയ്യും, ഇൻവോയ്സ് പ്രൈസിലായിരിക്കും ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇമ്പാക്റ്റ് ഓഫ് ലോഡിങ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ്? ഇങ്ങനെ ലോഡ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഇമ്പാക്റ്റ്? ഗുഡ്സ് ആർ സെൻറ്റ് അറ്റ് ലോഡഡ് ഓർ ഇൻവോയ്സ് പ്രൈസ്. അക്കൗണ്ട്സ് റിലേറ്റഡ് ടു ഗുഡ്സ് വിൽ ഷോ ഇൻഫ്ലേറ്റഡ് വാല്യൂ. As such, branch account will not show the correct profit. Inflated value ആയിരിക്കും ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കാണിക്കില്ല. ഫോർ എക്സാമ്പിൾ, the loading in opening stock and goods sent to branch will reduce the profit. ഓപ്പണിംഗ് സ്റ്റോക്കിലും അതുപോലെ തന്നെ ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച്, ഇതിലൊക്കെ എന്താണ് പ്രോഫിറ്റിന് എമൗണ്ട് ആഡഡ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വാല്യൂ കൂടിയാണ് കാണിക്കുന്നത്. അത് കൂടി കാണിക്കുന്നതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡ് കൂടുന്നതുകൊണ്ട് പ്രോഫിറ്റ് കുറയും. ഓക്കെ, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിലും ഗുഡ്സ് റിട്ടേണിൻ്റെ അകത്തും ഈ ഒരു പ്രോഫിറ്റിൻ്റെ എമൗണ്ട് വരുന്നതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് കൂടി കാണിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം കറക്റ്റായിട്ടുള്ള എമൗണ്ട് ഒന്നും കാണിക്കത്തില്ല. ഓക്കെ, ദെൻ അതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എൻട്രീസ് ആണ് പറയുന്നത്. ഫോർ അഡ്ജസ്റ്റിംഗ് ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്കിലെ ലോഡിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എൻട്രിയാണ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെയാണ് കാണിക്കുന്നത്? ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ ലോഡിംഗ്, അതിൽ വന്നിരിക്കുന്ന പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിനെ ക്രെഡിറ്റ് സൈഡിൽ ബൈ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ് കാണിക്കണം. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, ഡെബിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കുന്നത്. അപ്പം ക്രെഡിറ്റ് സൈഡ് ആയിരിക്കണം അതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി വരുന്നത്. അത് ബൈ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ് കാണിക്കണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കാണിക്കാൻ വേണ്ടി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് റിസർവ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ആക്ച്വലി ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്ന ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഡെബിറ്റ് സൈഡിലായിരിക്കും. അതുപോലെ for adjusting the loading included in goods sent to branch, എന്താ ചെയ്യുന്നത്? goods sent to branch account debtor to branch account. അതിൻ്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു എൻട്രി പാസ് ചെയ്യണം. അതുപോലെ തന്നെയാണ് റിട്ടേണിൻ്റെയും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ലോഡിങ് കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഗുഡ്സ് കൊടുത്തിരിക്കുന്നത് ശരിക്കും ഗുഡ്സിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 40,000 ആണ്. പക്ഷേ ഹെഡ് ഓഫീസിന് കൊടുത്തിരിക്കുന്നത് 40,000 ഗുഡ്സാന്ന് പറഞ്ഞല്ല, അവരോട് പറഞ്ഞിരിക്കുന്നത് 60,000 ഗുഡ്സാണ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 20,000 എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റാണ്. അപ്പം നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ
ഡെബിറ്റ് സൈഡിൽ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് കാണിക്കുമല്ലോ. അങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ നമ്മൾ എഴുതുക എത്രയാ? 60,000 ആയിരിക്കും എഴുതുന്നത്. ബിക്കോസ് ബ്രാഞ്ചിൽ കൊടുത്തിരിക്കുന്നത് 60,000 60,000 ആണ് കാണിക്കുന്നത്. പക്ഷേ 60,000 ആണോ അതിൻ്റെ ശരിക്കുള്ള വില? അല്ല, 40,000 ആണ്. 20,000 എന്ന് പറയുന്ന പ്രോഫിറ്റ് ആണ്. അപ്പം അത്രയും കൂടി കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ 20,000 അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം അതിന് അഡ്ജസ്റ്റിംഗ് ആയിട്ട് ഇത് ഡെബിറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ക്രെഡിറ്റ് എൻട്രി പാസ് ചെയ്ത് ആ പ്രോഫിറ്റ് ഇവിടെ കാണിക്കണം. എന്നാലേ ഉള്ളൂ ഹെഡ് ഓഫീസിന് അവരുടെ ആക്ഷൻ. ഇതേപോലെ തന്നെ ഈ ഒരു ഗുഡ്സിൻ്റെ മിച്ചമായിരിക്കുമല്ലോ വിൽക്കാതിരിക്കുന്നതായിരിക്കും ആ വർഷം ക്ലോസിങ് സ്റ്റോക്ക് ആയിട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ക്ലോസിങ് സ്റ്റോക്കിനകത്തും എന്താണ്? ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ക്ലോസിങ് സ്റ്റോക്ക് ആയിരിക്കും കാണിക്കുന്നത്. ബിക്കോസ് ഇതിലും ആ പ്രോഫിറ്റിൻ്റെ അംശം കാണും. ലോഡഡ് ആയിട്ടുള്ള ക്ലോസിങ് സ്റ്റോക്കാണിത്. അപ്പം ഇതും കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ടു സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ് നമ്മൾ ആ പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണോ, ക്ലോസിങ് സ്റ്റോക്ക് ചിലപ്പം ഒരു 10,000 ആയിരിക്കും മിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 10,000-ൽ എത്രയാണ് പ്രോഫിറ്റിൻ്റെ എലിമെൻ്റ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിവിടെ കാണിക്കണം. പിറ്റേ വർഷം വരുമ്പം നെക്സ്റ്റ് ഇയർ വരുമ്പോൾ ഈ ക്ലോസിങ് സ്റ്റോക്ക് ആയിരിക്കും ആ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത്. അതും ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ലോഡഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ അതിലും നമ്മൾ എന്താണ് ആ പ്രോഫിറ്റ് ലോഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് അത് കാണിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഹെഡ് ഓഫീസിന് കറക്റ്റ് ആയിട്ടുള്ള അവരുടെ പ്രോഫിറ്റ് അഥവാ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ, നമ്മളിപ്പോൾ നോക്കുന്ന കാൽക്കുലേഷൻ ഓഫ് ലോഡിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. അതുപോലെ കോസ്റ്റ് പ്രൈസിൻ്റെ 20% അല്ലെങ്കിൽ 10% സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ് ഇസ് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? വളരെ സിമ്പിളാണ്. കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 20/100 വിൽ ബി ദ ലോഡിംഗ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ടായിരിക്കണം. അതുപോലെ കോസ്റ്റ് പ്രൈസിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് ആണ് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ലോഡിംഗ് എന്ന് പറയുന്നത് ക്ലിയർ ആകുന്നില്ല. ഓക്കെ, ലോഡിംഗ് ഈസ് സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, പക്ഷേ ബട്ട് ഓൺലി ഇൻവോയ്സ് price is given. Okay, loading cost price in a certain percentage ആണ്, like 20 ആയിക്കോട്ടെ. Is 20% of cost price but only invoice price is given. അപ്പോൾ എന്താ ചെയ്യുക? കോസ്റ്റ് പ്രൈസിൻ്റെ 20% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? കോസ്റ്റ് പ്ലസ് 20% of cost will be invoice price അല്ലേ? അങ്ങനെയല്ലേ? കോസ്റ്റ് പ്ലസ് 20% ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ലോഡിംഗ് പ്രോഫിറ്റ്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻവോയ്സ് പ്രൈസ് അല്ലേ? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് ഇൻവോയ്സ് പ്രൈസ്. അപ്പം ഈ ഒരു കേസിൽ വെൻ ലോഡിംഗ് ഇസ് 20% ഓഫ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്ലസ് 20% ഓഫ് കോസ്റ്റ് ഈക്വൽ ടു ഇൻവോയ്സ് പ്രൈസ്. ഓക്കെ, അപ്പോൾ സപ്പോസ് ലെറ്റ്സ് അസ്യൂം that cost is 100. അപ്പം ലോഡിംഗ് എത്രയായി? ലോഡിംഗ് വിൽ ബി 20% ഓഫ് 100, ദാറ്റ് ഈസ് 20. അപ്പോൾ ഇൻവോയ്സ് എത്രയായി? ഓട്ടോമാറ്റിക്കലി ഇൻവോയ്സ് പ്രൈസ് വിൽ ബി 120 അല്ലേ? അപ്പം ഇൻവോയ്സിൻ്റെ ഓക്കെ, അപ്പം ലോഡിംഗ് ഓൺ ഇൻവോയ്സ് പ്രൈസ് എത്രയായിരിക്കും?
നമ്മൾ ലോഡിംഗ് ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 20% ഓഫ് കോസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ കോസ്റ്റ് 100 ആണെങ്കിൽ 20/100 ആയിരുന്നു കോസ്റ്റിൻ്റെ മേലുള്ള പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ ഇൻവോയ്സിൻ്റെ ആകുമ്പോഴോ 20/120. ഓക്കെ. കോസ്റ്റ് profit on cost will be 20/100. Profit on invoice will be 20/120. ക്ലിയർ? അപ്പം 20% കോസ്റ്റിൻ്റെ മേൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 20/100 ആൻഡ് സെയിം 20% ഓഫ് ഇൻവോയ്സ് വിൽ ബി 20/120 എന്ന് പറഞ്ഞാൽ ഇത് എത്രയായിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പം 1/5 കിട്ടും. ഇത് ചെയ്യുമ്പോൾ 1/6 കിട്ടും. അപ്പം 1/5 കോസ്റ്റിൻ്റെ മേലായിട്ടുള്ള പ്രോഫിറ്റ് ഇൻവോയ്സിന് മേലിലാകുമ്പോൾ 1/6 ആയിരിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ 1/5 ലോഡിംഗ് ഓൺ കോസ്റ്റ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 1/6 ആകും. ഇപ്പോൾ 25% ആണെങ്കിൽ എങ്ങനെയാണ്? 25% ആണെങ്കിൽ ഇറ്റ് വിൽ ബി 25/100 ഓൺ കോസ്റ്റ് ആൻഡ് on invoice it will be 25/125. മനസ്സിലായോ? ഇത് 1/4 കിട്ടും. ഇത് എത്രയാണ് കിട്ടുക? 1/5 കിട്ടും. അപ്പോൾ 1/3 ആണ് വരുന്നതെങ്കിൽ ഇൻവോയ്സ് കോസ്റ്റ് 1/3 പ്രോഫിറ്റ് ആണെങ്കിൽ ഇൻവോയ്സ് വരുമ്പോൾ ഇറ്റ് വിൽ ബി 1/4. ആ രീതിയിലാണിത് മൂവ് ചെയ്യുന്നത്. ക്ലിയർ? പിന്നെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 93 പറഞ്ഞിട്ടുണ്ട്. സി, ഇഫ് ദ ലോഡിംഗ് ഇസ് 20% ഓഫ് കോസ്റ്റ്, 1/5 ഓഫ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1/6 ഓഫ് ഇൻവോയ്സ് പ്രൈസ്. ക്ലിയർ? സിമിലർലി ഇഫ് ലോഡിംഗ് ഇസ് 25%, then 1/4 ഓഫ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1/5 ഓഫ് ഇൻവോയ്സ്. അതുപോലെ 1/3 ഓഫ് കോസ്റ്റ് is equal to 1/4 of invoice and 1/2 of the cost is equal to 1/3 of invoice അല്ലെങ്കിൽ സെയിൽസ്. ഇത് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. അത് എങ്ങനെയാണ് ഈ വരുന്നതെന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ടെക്സ്റ്റിലുള്ളത് ഒന്നുകൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആകും. എന്നിട്ടും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തോ കോൾ ചെയ്തോ ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്കൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. See, a Delhi head office has a branch at Madurai to which goods are invoiced at cost plus 20%. എന്താ പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് പ്ലസ് 20%ലാണ് ഇൻവോയ്സ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ബില്ല് ചെയ്യുന്നത് കോസ്റ്റ് അതിൻ്റെ കൂടെ 20% കൂടെ കൂട്ടിയിട്ടുള്ള തുകയിലാണ്. From the following particular, prepare branch account in the head office books. Goods sent 2,11,872. ഇതെന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് 20%ലാണ്. പക്ഷേ ശരിക്കും കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ 20% കുറച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ ടോട്ടൽ സെയിൽ, ക്യാഷ് സെയിലും ക്യാഷ് റിസീവ് ഫ്രം ഡെറ്റേഴ്സും തന്നിട്ടുണ്ട്. ദെൻ ഹിയർ ബ്രാഞ്ച് ഡെറ്റേഴ്സ്, ബ്രാഞ്ച് സ്റ്റോക്ക് ഇത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്, ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. രണ്ടിലും എന്താണ്? ആ ഒരു ലോഡിംഗ് ആഡഡ് ആണ്. സോ ഗുഡ്സ് ആർ സെൻഡ് ഓൺ കോസ്റ്റ് പ്ലസ് 20%. അപ്പോൾ 20% ഓഫ് കോസ്റ്റ് 1/5. അപ്പോൾ ഇൻവോയ്സ് പ്രൈസിൻ്റെത് ആകുമ്പം 1/6 ആയിരിക്കും. അതുകൊണ്ട് ഗുഡ്സ് സെൻറ്റിനകത്ത് വരുന്ന ലോഡിംഗ് 2,11,872 ഇൻറ്റു 1/6. ഈ 35,312 രൂപ എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. ആ 20% ലോഡിംഗ് ആണ്. പക്ഷേ ഈ തന്നിരിക്കുന്ന വില ഇൻവോയ്സ് ആണ്. അത് ഇൻവോയ്സ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഈ ഒരു സെൻറ്റൻസ് നോക്കിയാൽ മതി. ദിസ് സെൻറ്റൻസ്, invoiced at cost plus 20%. These are invoiced at or billed at cost plus 20% എന്ന് വെച്ചാൽ ഇൻവോയ്സ് പ്രൈസിലാണ് തന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഇൻവോയ്സ് പ്രൈസാണ്. കോസ്റ്റിൻ്റെ മേലിലാണ് പ്രോഫിറ്റ് ചാർജ് ചെയ്തിരിക്കുന്നത്. കോസ്റ്റിൻ്റെ 20% പ്രോഫിറ്റ് ചാർജ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവോയ്സിന് മേലിൽ വരുമ്പം ഇറ്റ് വിൽ ബി 20/120, ദാറ്റ് ഈസ് 1/6. അങ്ങനെ നമ്മൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് എല്ലാത്തിൻ്റെയും
ലോഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ശേഷം നോർമൽ പോലെ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് ഡെറ്റേഴ്സ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഇപ്പുറത്ത് വരുമ്പം ദിസ് സെയിൽ, അതിനുശേഷം ക്യാഷ് റിസീവ് ഫ്രം ഡെറ്റേഴ്സ്, ദെൻ ഇത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ്. എക്സ്ട്രാ വന്നിരിക്കുന്നത് ഇത് സ്റ്റോക്ക് റിസർവ് ലോഡാണ്. എന്തിൻ്റെ ലോഡാണ്? ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ലോഡാണ്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ലോഡ് കണ്ടായിരുന്നോ? 7680 1/6 എന്ന് വെച്ചാൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് എലമെൻ്റ് ആണ്. അത് കൂടി കാണിച്ചാൽ കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റോ ലോസോ കിട്ടത്തില്ല. അതുകൊണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെയുള്ള സ്റ്റോക്കിൽ കൂടിയിരിക്കുന്ന പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു റിവേഴ്സ് എൻട്രി പോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഒരു എൻട്രി കാണിക്കും. അതിൻ്റെ ആ ഒരു പ്രോഫിറ്റ് എലമെൻറ്റ് നമ്മൾ സ്റ്റോക്ക് റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ബൈ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ് ആ ഒരു പ്രോഫിറ്റ് എലമെൻറ്റ് ഇവിടെ കാണിക്കണം. അതുപോലെ തന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിനകത്ത് വരുന്ന 35,312 35,312 ഇവിടെയല്ലേ ഗുഡ്സ് സെൻഡ് നമ്മൾ കാണിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എൻട്രി വരുന്നത് ഇപ്പോഴത്തായിരിക്കും. ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ലോഡ് എന്ന് പറഞ്ഞ് കാണിക്കണം. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അകത്തും 1/6 എന്ന് പറയുന്നത് പ്രോഫിറ്റ് എലമെൻ്റ് ആണ്. അതിനുള്ള അഡ്ജസ്റ്റിംഗ് ആയിട്ടുള്ള എൻട്രിയാണ് ഇപ്പുറത്ത് ടു സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ സെയിം ആണ്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യനകത്ത് കൂടെ നോക്കാം എങ്ങനെയാണ്. ക്വസ്റ്റ്യൻ ഫുൾ സോൾവ് ചെയ്യുന്നില്ല, ജസ്റ്റ് അതിനകത്ത് എങ്ങനെയാണ് ഈ ഒരു ഇൻവോയ്സ് പ്രൈസും ഈ സംഭവങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഈ ഒരു പ്രോബ്ലം കണ്ടോ, 19th പ്രോബ്ലം. ഇതിനകത്ത് ഗുഡ്സ് ആർ സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് പ്ലസ് 33/13% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എല്ലാം അതിൻ്റെ ഇൻവോയ്സ് പ്രൈസ് ആണെന്ന് വെച്ചാൽ കോസ്റ്റും അതിൻ്റെ കൂടെ 33/13 എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സിംഗിൾ ഫ്രാക്ഷൻ ആക്കി മാറ്റുമ്പോൾ നമുക്ക് 1/3 കിട്ടും. കോസ്റ്റിൻ്റെ 1/3 പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഇൻവോയ്സ് പ്രൈസിലാണ് ഗുഡ്സ് എല്ലാം സെൻഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് കോസ്റ്റ് എല്ലാം ഇൻവോയ്സ് പ്രൈസ് ആണ്. അപ്പോൾ ഇൻവോയ്സ് പ്രൈസിൽ നിന്ന് പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ കോസ്റ്റിൻ്റെ 1/3 ആയതുകൊണ്ട് തന്നെ ഇൻവോയ്സിൻ്റെ എത്രയാണ് വരിക? 1/4 ആണ് വരുന്നത്. 33 1/3 മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അത് സിംഗിൾ ഫ്രാക്ഷൻ ആകുമ്പം 100/3 വരും. 100/3 പിന്നെ പെർസെൻറ്റേജിൻ്റെ 100 കൂടെ ഇല്ല. അപ്പോൾ അത് ഇൻറ്റു ചെയ്ത് വരുമ്പം 1/3 എന്ന് കിട്ടും നമുക്ക്. 33 1/3 എന്ന് പറഞ്ഞാൽ ആ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റി സിംഗിൾ ഫ്രാക്ഷൻ ആക്കി വരുമ്പോൾ അത് നമുക്ക് 1/3 എന്ന് കിട്ടും. അപ്പോൾ 1/3 ഓഫ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1/4 ഓഫ് ഇൻവോയ്സ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം 1/4 എന്താണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് എലമെൻ്റ് ആണ്. അതെല്ലാം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി കാണിക്കണം. ഇത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻട്രി ക്രെഡിറ്റ് സൈഡിൽ ബൈ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ് കാണിക്കണം. അതിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ലോഡ് എന്ന് പറഞ്ഞ് കാണിക്കണം. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് അതും ഇൻവോയ്സ് പ്രൈസിലാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കാണിക്കുന്ന ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി ഡെബിറ്റ് സൈഡിൽ ടു സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ് വരും. സോ ഈ ഒരു പ്രോബ്ലം തനിയെ ചെയ്യാനൊന്ന് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ.